ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബൊഗൈൻവില്ല കാണിക്കുന്നതൊന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പ്രയോജനം കിട്ടിയ ഒരു ഹെയർ കെയർ റൊട്ടീനാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ഈ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് എടുത്ത് കാണിക്കുന്നത് ഒരു ഹെയർ കെയർ താളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് 5 ഇതൾ ചെമ്പരത്തിയുടെ ഇലയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ആയുർവേദ ഷോപ്പിൽ അതല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് തന്നെ ഇതിൻ്റെ ലീഫ് ഉണക്കി പൊടിച്ചത് വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങിയാലും മതിയാവും. പക്ഷെ ഞാനിവിടെ എനിക്ക് നല്ല അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് ഇങ്ങനെ കളക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സീസണിലെന്നല്ല, നമുക്ക് എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, മുടിക്ക് അങ്ങനെ യാതൊരു വിധത്തിലും ദോഷം ചെയ്യാത്ത ഒരു ഹെയർ കെയർ താളിയാണിത്. അപ്പോൾ ഇതിന് വേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഈ ഒരു സീസണിൽ നമുക്ക് മുടിയൊന്നും അഴിച്ചിട്ട് പുറത്ത് പോകാനേ പറ്റില്ല. ഭയങ്കര ചൂടാണ്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മുടി ഭയങ്കരമായിട്ട് നല്ല പിരിപിരാന്ന് ഭയങ്കര പൊട്ടിപ്പോകുന്ന പോലെ ഭയങ്കര ഫ്രിസി ആവും. ആ സമയത്ത് ഒത്തിരി കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ സ്പായും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യരുത്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വീക്ക്ലി വൺസേ റെഗുലർ സ്പായൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഡെയിലി തല നനച്ച് കുളിക്കുക തന്നെ ചെയ്യണം ഈ ഒരു സമയത്ത്. പ്രത്യേകിച്ച് ചാർദനമൊക്കെ ഡാൻഡ്രഫൊക്കെ തലയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ആഴ്ചയിൽ ഞാൻ 2 വട്ടേ കഴുകൂ 3 വട്ടേ കഴുകൂ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഈ ഒരു സമയത്ത് നമ്മുടെ സ്കാൽപ്പ് ശിരോകോശങ്ങളൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ക്ലീൻ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാരിക്കോരി എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് ഈ സമയത്ത്, അതായത് ഇപ്പോഴത്തെ ഒരു സമ്മർ സീസണിൽ നല്ലതല്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് 2 ഇൻഗ്രീഡിയൻസ് കാണിച്ചിരുന്നു, കറിവേപ്പിലയും 5 ഇതൾ ചെമ്പരത്തിയുടെ ഇലയും. പിന്നെ നമുക്ക് ഏറ്റവും ഹെയറിന് നല്ലൊരു കാര്യമാണ് റൈസ് വാട്ടർ. അതിപ്പോൾ ഇന്ന റൈസ് എന്നൊന്നുമില്ല, ഏത് റൈസ് വാഷ് ചെയ്ത വെള്ളവും നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ റൈസ് വാഷ് ചെയ്തപ്പം എടുത്ത ആ ഒരു തവിടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഹെയർ കെയറിന് ഭയങ്കര നല്ലതാണ്. നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയാസിലും അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് ഉൾപ്പെടെ ന്യൂസിലും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഹെയർ കെയർ, അതല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനുൾപ്പെടെ കുറേ കാര്യങ്ങളൊക്കെ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ത്രൂവും ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊക്കെ പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ പൂർവികരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അതിൽ ഞാനിപ്പം ആഡ് ചെയ്യുന്നത് നമ്മുടെ റൈസ് കഴുകി വെച്ചിട്ടുള്ള വെള്ളമാണ്. ഇതിലേക്ക് നമ്മൾ കൈ വെച്ച് ഇതങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട കേട്ടോ. നന്നായിട്ട് റൈസ് കഴുകിയ വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ കറി ലീഫും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും നന്നായിട്ട് കൈ വെച്ചൊന്ന് കഴുകി എടുത്തതിന് ശേഷം മാത്രം ആ ചെമ്പരത്തി ഇലയും കറി ലീഫും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ ഒന്ന് സ്ക്വീസ് ചെയ്തൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ ചെയ്യുക. അപ്പം തന്നെ അതിൻ്റെ സത്ത് കംപ്ലീറ്റ് ഇറങ്ങും. ഇനി അതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു വേസ്റ്റ് നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഇടഞ്ഞെടുത്ത് കോരിക്കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ക്ലിയർ ആക്കി ഒന്ന് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഒരു ക്ലോത്തോ അതല്ലെങ്കിൽ ഒരു അരിപ്പയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതെടുക്കാം. പിന്നെ നിങ്ങൾ ഈ താളി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, നമ്മൾ കൂട്ടാനും കറിയൊക്കെ എടുക്കുന്ന പാത്രമായിരിക്കും, പക്ഷേ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ താളി ഉണ്ടാക്കുമ്പം ഒന്ന് എടുക്കാൻ. അതുപോലെ തന്നെ ഏത് ഇലകൾ എടുത്താലും നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിൽ ഓൾറെഡി ഇപ്പോൾ ഡസ്റ്റൊക്കെ കയറി പിടിച്ചിട്ടുണ്ടാവും. അപ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ട് മാത്രമേ ഇതുണ്ടാക്കി എടുക്കാവൂ. പിന്നെ ഒരു സംശയം കാണും, ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് എടുക്കണോ? അങ്ങനെയല്ല, ഏത് കഞ്ഞിവെള്ളം വേണമെങ്കിലും നമുക്ക് ഇപ്പം കഞ്ഞി വെച്ച് അതിൻ്റെ കഞ്ഞിവെള്ളം അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ റൈസ് കുറച്ച് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഉപയോഗിക്കാം. ഇന്ന അരി എന്നൊന്നുമില്ല കേട്ടോ, ഏത് റൈസ് വാട്ടർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞത് ഒരു സുഹൃത്തിൻ്റെ വായിൽ നിന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവൻ പുറത്താണ്. അപ്പം ഈ ആൾക്കിത് പറഞ്ഞു കൊടുത്തിട്ട് നല്ല മാറ്റമുണ്ട് ചേച്ചി, ഫ്രിസ്നെസ് ഒക്കെ കുറച്ച് പോയി എന്ന് പറഞ്ഞ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും. കാരണം കുറേ ബോയ്സ് ഈ ചാർദനവും ഈ സമയത്തെ ഡ്രൈ ഹെയറും ഇച്ചി സ്കാൽപ്പൊക്കെ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അവരിത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് മൂന്നാമത് ഞാൻ ലാസ്റ്റ് ചേർത്തത് നമ്മുടെ കറ്റാർ വാഴയാണ്. അതും നിങ്ങൾ കണ്ടു കാണും. 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു പോള ഇങ്ങനെ ഇളക്കി മാറ്റിയിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്ത്
ഒന്ന് ഇട്ടതേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് പച്ച നെല്ലിക്കയില്ലേ, നമ്മുടെ ഗൂസ്ബെറീസ്, അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ ഉപയോഗിക്കാം. ഭയങ്കര നല്ലതാണ്. ഹെയറിൽ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു 10 മിനിറ്റ് തലയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ബോഡി വാഷ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് തലയിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. എനിക്കിത് നോർമൽ വാട്ടർ ഉപയോഗിച്ച് വാഷ് ഓഫ് ചെയ്ത് കളയുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇതുണ്ടാവുക. നിങ്ങൾക്കിതൊരു ഒരു വട്ടം സമയമുള്ളപ്പോൾ നിങ്ങൾ കുറച്ച് എയർ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബീക്കറിലാക്കിയിട്ട് നിങ്ങൾക്ക് നല്ല എയർ ടൈറ്റ് ആക്കി അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. ഉപയോഗിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നെയോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുന്നേ ഒക്കെ ഇതെടുത്ത് നമുക്ക് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകും. പക്ഷേ ഞാൻ ഈ തണുപ്പോട് കൂടി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നീർക്കെട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഒരു 2-3-4 ദിവസത്തേക്ക് യൂസ് ചെയ്യാനുള്ളത് കാണും. എനിക്കിപ്പോൾ അതൊരു 3 ദിവസത്തേക്ക് യൂസ് ചെയ്യാനുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നത്. ലൈവൊക്കെ വരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കിട്ടുന്ന കമൻറ്റാണ്, ചേച്ചി മുടി കൊള്ളാം, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ മുടി അധികം എനിക്കില്ല അങ്ങനെ പറയുവാണെങ്കിൽ, എന്നാലും കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കുന്നത്. നോർമലി എന്നും നമ്മൾ വാഷ് ചെയ്യുമ്പം ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ഒരു സമയത്ത് നിങ്ങൾ വീക്ക്ലി വൺസ് ഒന്നും ഹെയർ വാഷ് ചെയ്യേണ്ട ഒരു ഡിസിഷൻ എടുക്കരുത്. കാരണം എല്ലാ വീക്കും നമ്മൾ എല്ലാ ഡേയ്സും നന്നായിട്ട് തലമുടി കഴുകുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടർക്കിയും അതുപോലെ തോർത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോർമലി ഹെയർ ഡ്രൈ ആക്കി എടുത്താൽ മതി. ഈ ഒരു സമയത്ത് എക്സ്ട്രാ ഹീറ്റ് ഒന്നും കൊടുത്ത് ഹെയർ ഡ്രയർ ഒന്നും ഉപയോഗിച്ച് ഡ്രൈ ആക്കി എടുക്കാൻ ശ്രമിക്കേണ്ട. കാരണം ഈ ഒരു സീസൺ ഭയങ്കര ചൂടുള്ളതുകൊണ്ടാണ്, പുറമേ നമുക്ക് അതുപോലെ ചൂടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ചൂടും കൂടെ കൊടുക്കുമ്പോൾ മുടി അത്രയും ഡാമേജ് ആവും ഈ ഒരു സമയത്ത്. അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് കമൻറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇൻസ്റ്റയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ. പിന്നെ ഇത് ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്ത് ഇതുപോലെ താളിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ട്. അത് എൻ്റെ ഫ്രണ്ട് പോർഷനിലെ ഹെയർ മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഹെയർ എല്ലാം എൻ്റെ നോർമൽ ഹെയർ ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നല്ല എഫക്റ്റീവാണ്. ട്രൈ ചെയ്യണേ.